ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വ്ളോഗും വീഡിയോസും ഒക്കെ എനിക്ക് ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. എൻ്റെ ഫോണൊക്കെ പൊട്ടി ആകെ ശോകമായിരുന്നു. ഇപ്പോൾ പുതിയ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഐശ്വര്യമായിട്ട് തിരുവോണത്തിൻ്റെ വീഡിയോ തന്നെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തിരുവോണത്തിന് നമ്മൾ രാവിലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എല്ലാം കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വീഡിയോ ഒക്കെ തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അത്തമിടാനുള്ള പരിപാടിയിലേക്ക് പോയപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഒരു കുഞ്ഞത്തത്തിൻ്റെ പിക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ സ്കെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേർ വന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരിങ്ങനെ അവരുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് നമ്മുടെ അത്തമൊക്കെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പിന്. കഴിഞ്ഞ വർഷത്തെ ഓണമൊക്കെ എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം വില്ല കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അടിപൊളി കളറായിരുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സന്തോഷമുണ്ട്. ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു ദിവസം പിന്നെ മറക്കാൻ പറ്റാത്തനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ അത്തമിടുന്ന സമയമൊക്കെ ഇത്തിരി വൈകിട്ടാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ അത്തം ഇടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ്. പിന്നെ വിചാരിച്ചു അവിടെ എഴുതേണ്ടിയിരുന്നില്ല. കാരണം വെയിലൊക്കെ കൊണ്ട് പൂക്കളൊക്കെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്തം ഇടണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെയോ പൂവൊക്കെ ഒരാൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ. പിന്നെ ഞങ്ങളത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു വാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ അത്തം ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ അത്തമൊക്കെ ഇട്ട് തീർന്നിട്ടുണ്ട്. 10 അല്ല 9:30 കാണും. അത്തമൊക്കെ ഇട്ടിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിനിടെ തന്നെ മൊഴി അവളുടെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ആ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്തത് ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അച്ചുവേട്ടനാണ് കേട്ടോ എനിക്ക് വേണ്ട വീഡിയോസൊക്കെ എടുത്തു തന്നെ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ വീഡിയോസ് എടുക്കും തോറും കമൻസൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ഫുഡ് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ എനിക്ക് അമലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ. അപ്പം എവനാണ് ഇവിടെ എല്ലാ ഫംഗ്ഷൻസും ഉള്ളപ്പോഴത്തേക്ക് എനിക്ക് കുറേയൊക്കെ വീഡിയോസ് നല്ല വെടിപ്പായിട്ട് എടുത്തു തരുന്ന പുള്ളിക്കാരനാണ് കേട്ടോ. അവനാണ് അത്തം ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എല്ലാവരോടും പുള്ളിക്കാരൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ അത്തത്തെക്കുറിച്ച്. അത്തം എന്ന് പറയുമ്പോൾ അച്ചുവേട്ടനാണെങ്കിൽ അത് കേട്ടപ്പോഴേ ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. അത്തത്തെ കുറിച്ച് 2 വാക്കുകളോടെ അത്തത്തെ കുറിച്ച് 2 വാക്ക്. അത്തത്തെ കുറിച്ച് 2 വാക്ക്. അത്തത്തെ കുറിച്ച് 2 വാക്ക്. അത്തം 10-ന് തിരുവോണം കഴിഞ്ഞാൽ അവിട്ടോ. തിരുവോണം കഴിഞ്ഞാൽ സത്യം അറിയണം. ഏത് മൂഡ് കിച്ചുവേട്ടൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ വഴിക്ക് അങ്ങ് പോയി. അപ്പം ഇതാണ് ഫൈനൽ അത്തം. എനിക്കാണെങ്കിൽ അത്തം എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. പിന്നെ കാശിക്കുട്ടിനെ കുളിപ്പിച്ച് അവനെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ കുക്കിംഗ് പരിപാടി എല്ലാം തീർത്തിട്ട് ഞാനും റെഡിയായി. ഞങ്ങൾക്ക് മൊത്തം 4 കറിയാണ് കേട്ടോ വെക്കാനുണ്ടായിരുന്നത്. ആ പരിപാടിയൊക്കെ ഞാൻ വേഗം തന്നെ തീർത്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ പായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുമര് കണ്ട് ആരും പേടിക്കേണ്ട. ഇതൊക്കെ ഞങ്ങളുടെ കാശിക്കുട്ടിൻ്റെ കലാപരിതാണ്. ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ പിന്നെ അവനെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. ചൂടത്ത് ആ അത്തമൊക്കെ ഒരുപാട് കരിഞ്ഞ് ഒരു പരുവമായിട്ടുണ്ട്. ഇരിക്കാനുള്ളിടവും സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും ഉണ്ണാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഉണ്ണാൻ ആരുമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അകത്തോട്ട് നോക്കിയത്. അപ്പോൾ അതാ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും നിന്ന് എന്തൊക്കെയോ ഡിസ്കഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 1:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1:45 ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നട്ടുച്ച വെയിലത്ത് നിന്ന് അത്തത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളും വിട്ടുകൊടുത്തില്ല. നമ്മളും എല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പറ്റുന്ന ഫോട്ടോസൊക്കെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ട്രിപ്പ് വൈസ് ഇരിക്കാൻ ഇടം വളരെ കുറവായതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ട്രിപ്പായിട്ട് ആളുകൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ അച്ഛൻ്റെ മോൻ്റെ സ്നേഹപ്രകടനം എനിക്കിത് തീരെ പിടിക്കാറില്ല കേട്ടോ. ഇവർ മാത്രമേ ഉള്ളൂ അച്ഛനും മോനും എന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്. കാശിക്കൊണ്ടാങ്കിൽ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവനെ കിടത്തി ഉറക്കാൻ കിച്ചുവേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഊണ് കൊടുക്കുന്ന നേരത്തെ ഇരുത്തണമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സ്ഥലമൊക്കെ കിട്ടി ഞങ്ങളും ഇരുന്ന് കേട്ടോ. ഊണ് കഴിക്കുന്ന ഇടയിൽ കാശിക്കൊണ്ടാണെങ്കിൽ കുറച്ചൊക്കെ അലമ്പായിരുന്നു. അപ്പോൾ കിച്ചുവേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഫുഡ് കൊടുത്ത് അവനെ ഉറക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ അവൻ ഇരുന്നങ്ങ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ ഒരു ഇലയിലൊന്നും ഇരുത്താനുള്ള സൗകര്യമൊന്നും അന്നില്ലായിരുന്നു. അടിപൊളി കലക്കൻ സദ്യയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഇടയിൽ എല്ലാവരും വകതാ റീൽസ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞോണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.